കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ വിധി ഉടൻ. കൊൽക്കത്ത പോലീസിലെ സിവിൽ വോളണ്ടിയറായ സഞ്ജയ് റോയാണ് കേസിലെ പ്രധാന പ്രതി. 128 പേരാണ് സംഭവത്തിലെ സാക്ഷികൾ. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സ്വാതി, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രാജ്യം തന്നെ ചർച്ച ചെയ്ത കേസാണ്. അതുകൊണ്ട് തന്നെ ആ വിധിയും കാത്തിരിക്കുകയാണ് രാജ്യം. കോടതി നടപടികൾ ആരംഭിച്ചു. എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, രാജ്യം മൊത്തം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ വൻ പ്രതിഷേധം ഉയർന്നത് പിന്നെ മമതാ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കൂടിയാണ് ഈ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിലാണ് അല്പസമയത്തിനകം ഏകദേശം 2:30 ഈ കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയെ ഇതിനോടകം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സീൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിൽബാർ ദാസാണ് ഈ വിധി പുറപ്പെടുവിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ കോടതിയുടെ പുറത്തും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, പോലീസിൽ 300ഓളം വരുന്ന പോലീസ് വരെ അടക്കം വിന്യസിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മെഡിക്കൽ കോളേജിൽ PG ട്രെയിനി ഡോക്ടർ ഡ്യൂട്ടിയിലിരിക്കെ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ എന്ന് സംശയിക്കുന്ന നിരവധി പേരുടെ പേരുകൾ കുടുംബവും അതോടൊപ്പം തന്നെ ആ ട്രെയിനി ഡോക്ടർമാരടക്കം വെളിപ്പെടുത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ CBI അന്വേഷണം വരുമ്പോൾ പ്രധാന പ്രതി സഞ്ജയ് റോയ് ആണെന്നടക്കം പറയുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലടക്കം കുടുംബത്തിന്റെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്വേഷണ ഏജൻസിക്ക് നേരെ നിൽക്കുകയാണ്. CBIക്കെതിരെ ഇന്നും ട്രെയിനി ഡോക്ടറുടെ പിതാവ് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ CBI ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ DNA പരിശോധനയിലടക്കം മറ്റ് കൂട്ടബലാത്സംഗ ഇരയായി എന്നുള്ള തെളിവുകളൊക്കെ തന്നെയും ലഭിച്ചിട്ടും ഈ വിഷയത്തിൽ ഒരാളെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ മുൻ പ്രിൻസിപ്പലായിട്ടുള്ള സന്ദീപ് ഘോഷിനെ അടക്കം അവർ സംശയിക്കുന്നു എന്നുള്ള ആരോപണം ഇപ്പോഴും കുടുംബം, അതായത് ട്രെയിനി ഡോക്ടർ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിധിയിൽ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് മാതാപിതാക്കൾ മുന്നോട്ട് പോകുന്നത്. അവർ എന്തായാലും ഈ കോടതി വിധി കാത്തു നിൽക്കുകയാണ്. ഏകദേശം 2:30 വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ വിധി അല്പസമയത്തിനകം ഉണ്ടാകും.